വീട്ടിലെത്ര സ്ഥലം നോക്കിയായിരുന്നു ശരിയല്ലേ നോക്കി അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തൂന്തല്ലേ ധൈര്യത്തോടെ ഉറപ്പിച്ചില്ലേ 27 തികയല്ല. ഇതുപോലത്തെ പലിശയൊക്കെ തല്ലി പിടിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ വില പോലെ കിട്ടിച്ച. അയ്യോ ഇത് പാറ്റിപ്പം മാറ്റി വെച്ച കാരണമല്ലോ ഗ്രേസ് ചിലപ്പോൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു 500 രൂപ 4 5 ഇതിൽ 290 രൂപ റീചാർജ് ബാക്കി വണ്ടി കാശ് വെച്ചു. അപ്പോൾ ഹോസ്റ്റൽ ഫീസോ? അതപ്പോൾ ചായ ശനിയാഴ്ചക്ക് ഇപ്പോൾ റിട്ടേൺ ഇട്ടേച്ചാ മതി. പിന്നെ ചെന്നെത്തിയെ വിളിച്ചോക്കും ചെയ്യണം കേട്ടോ. വെച്ച് തിരുമാതെ കൊടുത്ത് വിടു കൂട്ടിച്ചാ നിനക്കത് പറയാ. പറയിച്ചാ 2300. ആണ്ടൊക്കെ പോകണേ. ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചിയുണ്ട് 2 ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നാൽ അവൾമാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. അവരുടെ അവസ്ഥ അതല്ലേ. ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അല്ല. പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിലൊട്ടിച്ചാ പോയേക്കുവാണോ? ആ കൃഷി ഓഫീസർ ഒന്ന് പോണത്. എത്രയായിട്ടാ കൂട്ടി ഇറക്കി? വില വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ. എടാ ഇതുവരെയുള്ളവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഞാനും എന്നെ സാർ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടുംപാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റും കൂടെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഭാഗം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നോട് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കോ. ആ എന്നടാ കൂട്ടൂസാ മരത്തിന്റെ പുറകിലെ സേഫായി. ചുമ്മാ ആരാ ഓ അവന് തലയ്ക്ക് ഓളം വന്നേ. ഓ പേടിച്ചു പോയി ഞാൻ. ഞാനും. ഇത് കണ്ടോ ഒരു കോള്? ഒരു 496 പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്തു നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന് ബെച്ചി ചുമ്മാ ഇരുന്ന്. എന്നാ എനിക്ക് വേണ്ട. ബെച്ചി നീ അതവിടെ വെച്ച നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ. എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാന്നേ എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണ നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടികൾ തോന്നില്ല. എടാ ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തങ്ങി ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം. എന്റെ പൊന്നടാവേ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെച്ച് ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല നീ എന്നാ വെച്ചു കൊടുക്കുന്നത്? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി ഇവിടെ പെട്ടെന്ന് അപ്പച്ചായ അവന്ന് പോയിട്ടുണ്ടാവൂല. പറയില്ലേടേ, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചേ ബസ്സിൽ കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് വരണം. അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാണ് കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറയണേ. വേറെ ആരെല്ലാം ഒന്നുണ്ടോ? എന്റെ തനി കൊണം കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങൂലടാ. അതും പെണ്ണ് കേസ്. എടാ പിള്ളേരല്ലേ, ഓരോ പ്രായത്തിനല്ലേ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ. എന്റെ വിചാരം ഉണ്ടായ ആ കൊച്ചിനെ ബസ് കയറ്റി വെച്ച് പോയാൽ പറഞ്ഞു. നീ തുറന്ന് കിച്ചിക്കപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കണം. ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. ശ്രീവാച്ചൻ്റെ അരിഞ്ഞാണ്ടിയിൽ തുറന്ന് പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. ഇത് വെച്ചോ.
ഞാൻ വിളിക്കാം. ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചു പറയണം. നീ ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. അതിന് പുള്ളി ഇതെല്ലാം അറിയണ്ടോ? അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നു അറിയോ? നീ എന്നടാ ഒന്നും മിണ്ടായിരിക്കണേ? നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി.